അർജുൻ്റെ സഹോദരിയും ഭർത്താവും അവിടെ തന്നെ തുടരുകയാണ്. തിരച്ചിലിൽ എന്തെങ്കിലും ഒരു തുമ്പ് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ. ഇന്നിപ്പോൾ അവിടെ MLAയും SP ഒന്നും ഇല്ല അല്ലേ, ഞായറാഴ്ചയായതുകൊണ്ട്? ഇപ്പോൾ ദീപക് മലയമ്മ പറഞ്ഞതുപോലെ തന്നെ ഒരു ഏകോപനമില്ലായ്മ ഇതിന്റെ തുടക്കം മുതൽ കണ്ടുവരുന്നുണ്ട്. ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഡ്രഡ്ജിംഗ് യൂണിറ്റ് എത്തിക്കുകയും അതോടൊപ്പം തന്നെ ഇവിടെ തെരച്ചിൽ നടത്താനുള്ള ഒരു 3ാം ഘട്ട ദൗത്യത്തിലേക്കൊക്കെ പോയതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഈ മണ്ണിടിച്ചിലിൽ കാണാതായ 3 പേരെ കണ്ടെത്തുക എന്നുള്ളതാണ്. അതിലൊരാളാണ് കോഴിക്കോട് സ്വദേശിയായ അർജുൻ. അതോടൊപ്പം തന്നെ ഇവിടുത്തെ പ്രദേശവാസികളായ ജഗന്നാഥൻ, അതോടൊപ്പം തന്നെ ലോകേഷ് എന്നിവരെ കൂടി കണ്ടെത്തേണ്ടതുണ്ട്. ആ രീതിയിൽ ഒരു തെരച്ചിലിലേക്കാണ് പോകേണ്ടത്. പക്ഷേ ഇപ്പോൾ നടക്കുന്നത് ഇത് ലക്ഷ്യം തെറ്റിയുള്ള മറ്റേതെങ്കിലൊക്കെയോ ഭാഗത്തേക്കുള്ള ഒരു തെരച്ചിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് നാവികസേന പലവട്ടം ഇവിടെ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയ സ്പോട്ട് 1, 2 എന്ന് പറയുന്ന സ്പോട്ട് അത് കണ്ടെത്തുകയും പിന്നീട് അത് സ്ഥിരീകരിക്കുകയൊക്കെ ചെയ്തു. ആദ്യ സമയത്ത് ആർമി അടക്കം ആ സ്പോട്ട് കണ്ടെത്തുകയും ചെയ്തതാണ്. പിന്നീടും ഇത് നാവികസേന പലവട്ടം വന്ന് പരിശോധിച്ച് ഇതിന് സ്ഥാനചലനം സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഇത് പരിശോധിച്ച് ഉറപ്പിച്ച് ജില്ലാ ഭരണകൂടത്തിന് റിപ്പോർട്ട് നൽകിയ ഒരു സ്ഥലത്ത്, ആ സ്ഥലത്തേക്ക് ഇത് 3ാം ദിവസമാണ് ഈ ട്രഡ്ജർ എത്തിച്ചതിന് ശേഷം 3ാം ദിവസമാണ്. ആ 3ാം ദിവസം ഇന്ന് ഏതാണ്ട് ഉച്ചയോട് 12 മണിയോട് അടുക്കുമ്പോൾ പോലും ആ മേഖലയിലേക്ക് ഒരു തെരച്ചിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ആ തെരച്ചിലിനാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അർജുൻ്റെ കുടുംബം ഈ കേരളത്തിൽ നിന്ന് ഇവിടെ എത്തി ഇവിടെ തീരത്ത് നിൽക്കുന്നത് ആ മേഖലയിലേക്കുള്ള ഒരു തെരച്ചിൽ കാണാനും അതോടൊപ്പം തന്നെ അവിടെ നിന്ന് എന്തെങ്കിലും അർജുൻ്റെ ശേഷിപ്പ് കണ്ടെത്തുക എന്നുള്ള പ്രതീക്ഷ കൂടിയാണ് അവർ ഈ തീരത്ത് ഇപ്പോഴും വെയിൽ കൊണ്ട് ഇവിടെ നിൽക്കുന്നത്. ഏതായാലും ആ മേഖലയിലേക്കുള്ള ഒരു തെരച്ചിലേക്ക് വന്നിട്ടില്ല എന്നുള്ള വസ്തുത അവിടെ തന്നെ നിൽക്കുന്നു. അതോടൊപ്പം തന്നെ മലയമ്മ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡ്രഡ്ജർ ഇപ്പോഴവിടെ നങ്കൂരമിട്ട് നിൽക്കുകയാണ്. കാരണം ഈ ഉച്ച സമയത്ത് 12-12:45 സമയത്താണ് അവർ ഭക്ഷണം കഴിക്കാനുള്ള ഒരു സമയമായിട്ടില്ല. അപ്പോൾ നങ്കൂരമിട്ട് മറ്റു പ്രവർത്തികളിലേക്കൊന്നും അവർ പോയിട്ടില്ല. ആദ്യഘട്ടത്തിൽ അവിടെ ഒരു തെരച്ചിൽ നടത്തുകയും യന്ത്രഭാഗങ്ങൾ കണ്ടെത്തുകയും ആ ടാറ്റ കമ്മ്യൂണിസ്റ്റ് എഞ്ചിനാണെന്ന് കണ്ടെത്തുകയൊക്കെ ചെയ്തു. പക്ഷേ അവിടുന്ന് മുകളിലോട്ട് ഇപ്പോഴും പോകാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് കാര്യം. ഏതായാലും ഇപ്പോൾ ഈ അർജുൻ്റെ കുടുംബാംഗങ്ങളടക്കം അതോടൊപ്പം തന്നെ ലോറി ഉടമകളടക്കം ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ഈ സ്പോട്ട് കേന്ദ്രീകരിച്ചുള്ള ഒരു തെരച്ചിലേക്ക് പോകണമെന്നുള്ള ഒരാവശ്യം ഇപ്പോൾ ഡ്രഡ്ജിംഗ് കമ്പനിയോട് പറഞ്ഞിട്ടുണ്ട്. ഡ്രഡ്ജിംഗ് കമ്പനി കുറച്ച് സമയങ്ങൾക്കകം തന്നെ അങ്ങോട്ട് പോകാമെന്നുള്ള കാര്യമാണ് അവർ. ഇത് നമ്മൾ നേരത്തെ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ സാങ്കേതികമായ ഒരു പരിമിതി അതിനുള്ളത് കൊണ്ട് തന്നെയാണ് അവർ ഇപ്പോഴും ആ മേഖലയിലേക്ക് പോകാൻ കഴിയാതിരിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. കാരണം ഈ ഹിറ്റാച്ചിയുടെ കൈനീളം എന്ന് പറയുന്നത് 15 അടി താഴെ മാത്രമാണ്. ഇവിടെയുള്ള ഈ സ്പോട്ട് കണ്ടെത്തിയിരിക്കുന്ന സ്ഥലം 17 അടിയിലേറെ താഴ്ചയിലുള്ള സ്ഥലമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുതന്നെയാണ് ഈശ്വർ മാൽപ്പെ അടക്കമുള്ള ആളുകൾ പറയുകയും ചെയ്തത്. ഏതായാലും ഉച്ചയ്ക്ക് ശേഷം ഒരു 3 മണിയോട് കൂടി മാത്രമേ ഇവിടെ ജലനിരപ്പ് വേലിയിറക്കം സാധ്യമാവൂ. അപ്പോൾ ഏതാണ്ട് 6 അടി 7 അടിയോളം വെള്ളം താഴാനുള്ള സാധ്യതയുണ്ട്. ആ സമയം കേന്ദ്രീകരിച്ചുള്ള ഒരു തെരച്ചിലിന് തന്നെയായിരിക്കും കാത്തിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഡ്രഡ്ജിംഗ് യൂണിറ്റ് അവിടെ പ്രവർത്തന ക്ഷമതയല്ലാതെ നിൽക്കുകയും ചെയ്തത്. ഏതായാലും ശരി അഭിലാഷ്, ദീപക് മലയമ്മ 3 മണിക്ക് ശേഷം വേലിയിറക്ക സമയത്തുള്ള തിരച്ചിലാണ് ഇനി പ്രതീക്ഷയുള്ളത്. അതേസമയം ഏകോപനമില്ലായ്മ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു, നിരാശയുണ്ടാക്കുന്നുണ്ട് എന്ന അഭിലാഷം ദീപക് മലയമ്മയും റിപ്പോർട്ട് ചെയ്യുകയാണ് ഷിരൂരിൽ നിന്നും.